നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് അവിൽ കൊണ്ട് നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണിത്. അപ്പം നമുക്കത് ചെയ്യാനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. ഇത് വെള്ള അവിലാണ്, കനം കുറഞ്ഞിട്ടുള്ള വെള്ള അവിൽ. ഇതിന് ഏത് അവിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ചും കൂടെ നല്ലത് വെള്ള അവിലാണ്. ഇനി ഒരു കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വയ്ക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വരണം. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മളതൊക്കെ ഓയിൽ ചേർക്കാതെയാണ് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നത്. പാൻ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിലിവിടെ ഫ്രൈ ആയിട്ടുണ്ട്, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ ഉഴുന്നാണ്. ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വന്ന് തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആകണം. അപ്പോൾ അതവിടെ ഉഴുന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ പാനിൽ നിന്ന് ഇനി മാറ്റാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കും. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ചെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ ചമ്മന്തി പൊടിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു 8-10 ഉണക്കമുളകാണ്. അത് നമ്മുടെ എരിവ് എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് എരിവിലാണ് ഞാനിത് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് കുറച്ച് എരിവിൽ ഞാൻ ചെയ്യുകയാണ്. ഈ മുളകിന് നല്ല എരിവുള്ളതാണ്. ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരട്ടെ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വരണം. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, എങ്കിൽ നല്ലതുപോലെ ഫ്രൈ ആകണം. അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി കേടാകും. ഇപ്പോൾ ഒരു 10-15 ദിവസത്തോളം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും, പുറത്ത് വെച്ചാൽ തന്നെ. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും എന്തിന് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കുക. ചപ്പാത്തി, ചോറ്, കഞ്ഞി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിയും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. ഇതും ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ. ഇതെന്താ ഇവിടെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നല്ലതുപോലെ ഫ്രൈ ആകണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി കേടാകും. അത് ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ അതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ പുളി ഞാൻ ചേർക്കുന്നില്ല, ഇതിൽ പുളി ചേർക്കാറില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർക്കുക, പോരെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തരിതരിപ്പായിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക്
ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അവിലാകുമ്പോൾ പൊടിഞ്ഞ് വരുമ്പോൾ കുറച്ചല്ലേ കാണുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിൽ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഇവിടെ ഈ ബോട്ടിലിൽ ആക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു.